നോക്കൂ, ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നാടകീയമായ സംഭവങ്ങൾ, പലതരം വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹദി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ സാമോ ജെറോം എന്ന് പറയുന്ന ക്രിസംഗിയെക്കുറിച്ച് കുറച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. നിമിഷപ്രിയയുടെ പേരും പറഞ്ഞുകൊണ്ട് സാമുവൽ ജെറോം പണം തട്ടിയെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി ശരിവെച്ചപ്പോൾ സാമുവൽ ജെറോം അഭിനന്ദിച്ചു എന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുൽ ഫത്താഹ് മഹദി സമൂഹമാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. സാമുവൽ ജെറോം പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് സത്യമെന്നും ജയിക്കും, സമയത്തിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ സഹോദരൻ അബ്ദുൽ ഫത്താഹുമായി എനിക്കൊരു വിശ്വാസബന്ധം രൂപപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഗോത്രത്തെയും യമൻ ജനതയെയും അപമാനിക്കുന്നതോ അവരോടുള്ള ബഹുമാനം കുറയ്ക്കുന്നതോ ആയ ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ള ന്യായീകരണങ്ങളായിരുന്നു പിന്നീട് സാമുവൽ ജെറോം ഫേസ്ബുക്കിൽ കുറിച്ചത്. അവിടെ എന്തൊക്കെയോ ഒരു ഒത്തുകളി അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു വലിയൊരു ആരോപണം ഉന്നയിച്ചൊരു വ്യക്തി മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു പോസ്റ്റ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു കാരണം ഉണ്ടാകാതിരിക്കുകയില്ല. എന്നാൽ സാമുവൽ ജെറോമിനെതിരെ ആരോപണം ഉന്നയിച്ച് പിന്നീട് അത് പോസ്റ്റ് പിൻവലിച്ച അതേ അബ്ദുൽ ഫത്താഹ് മഹദി ഇന്ന് കാന്തപുരം ഉസ്താദിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കാന്തപുരവുമായി ആശയവിനിമയം നടത്തുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തതായി അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് ഞങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും ഞങ്ങൾ അവരുമായി ഒരു സമയത്തും ഒരു സ്ഥലത്തും ആശയവിനിമയം നടത്തുകയോ കണ്ടുമുട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി ഉറപ്പിച്ചു പറയുന്നു. അതായത് കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ അവരുമായി യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ആ ഒരു പോസ്റ്റിലൂടെ ഇവിടെ അദ്ദേഹം കുറിച്ചു വയ്ക്കുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി മാളത്തിൽ ഒളിച്ചിരുന്ന സകലരും പുറത്തേക്ക് ചാടി. കാന്തപുരം ഉസ്താദിനെ കടിച്ചുകീറാൻ കിട്ടിയ അവസരം മുതലെടുത്തു. സകല സംഘികളും ക്രിസംഘികളും സമൂഹമാധ്യമങ്ങളിൽ കൂടി കാന്തപുരം ഉസ്താദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കളിയാക്കാനുള്ള അവസരങ്ങൾ മുതലെടുത്ത് പല പോസ്റ്റുകളും സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. ഒരു വശത്ത് സംഘികളും ക്രിസംഘികളുമാണെങ്കിൽ മറുവശത്ത് കാന്തപുരം ഉസ്താദിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ശത്രുത വെച്ച് പുലർത്തുന്ന തലപ്പാവധാരികളും രംഗത്തു വന്നു എന്നുള്ളതാണ്. നിമിഷപ്രിയ കേസ് ശിക്ഷ മരവിപ്പിച്ചത് കാന്തപുരം ഇടപെട്ടിട്ടോ കാന്തപുരം മലയാളികളെ പറ്റിച്ച കഥ. നിമിഷപ്രിയ കാന്തപുരം നടത്തിയത് തുല്യതയില്ലാത്ത വഞ്ചന. കൂടുതൽ രേഖകളുമായി അഹ്സനി ഉസ്താദ്. നിമിഷപ്രിയ കേസ് കാന്തപുരം നടത്തിയ നാടകങ്ങളും സാമൂഹിക വഞ്ചനയും, അങ്ങനെ കുറേ മുജാഹിദുകളും അതോടൊപ്പം കാന്തപുരം ഉസ്താദിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ ഈ ഒരു അവസരം മുതലെടുത്തു. ഒരു സമൂഹമാധ്യമങ്ങളിൽ കൂടി കാന്തപുരം ഉസ്താദ് വഞ്ചനയാണെന്നും ആളുകളെ പറ്റിച്ചു എന്നടക്കമുള്ള പലതരം വാർത്തകൾ സമൂഹമാധ്യമങ്ങളിലൂടെ എഴുതിവിട്ടു. നോക്കിവിടെ ഞാനൊരു ക്ലിപ്പ് കൂടി കാണിക്കാം. കാന്തപുരം ഉസ്താദിനെക്കുറിച്ച് വളരെയധികം ഈ ഒരു വിഷയത്തിൽ നിമിഷപ്രിയയുടെ കേസിൽ ഉസ്താദിനെ വളരെയധികം കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരു തലപ്പാവധാരിയുടെ ഒരു വീഡിയോ ക്ലിപ്പ്. അവന് യമനിൽ നടക്കുന്നതായി റിപ്പോർട്ട് ഓടുന്ന മർക്കസ് ഓഫീസിൽ നിന്നാണ്. അതാപ്പോ തൽക്കാലം യമൻ. ഇത് കണ്ടി നിങ്ങൾ കാന്തപുരം കുറിച്ച് ഇങ്ങനെ ഇരിക്കുക, ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ പൊട്ടീസുകളാണ്. അപ്പുറത്തെ ഒരു സ്ക്രീന്, ആ സ്ക്രീനിൽ ഉമർ ഹഫീദിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഉമർ ഹഫീദ് മർക്കസ് വന്നപ്പെടുത്ത ഫോട്ടോ ആണ്. അതവിടെ വെച്ചിട്ട് പിന്നെ അതിന് മുന്നിൽ ഇരിക്കുകയാണ്. അവർ സംഭാഷണം നടത്തുന്നു, അതിന്റെ ബാക്കിൽ എഴുതി കാണിക്കുന്നത്. എന്നിട്ട് എന്തുണ്ടാക്കി? അവിടെ കോടതി വിധിച്ച ഒരു വിധി ഇവരുടേതായി അവതരിപ്പിക്കുകയാണ്. അതായത് കള്ളത്തരം പല ഭാഗത്ത് എന്തായാലും. നോക്കൂ, ഒരു വശത്ത് സംഘികളും ക്രിസംഘികളും ഉസ്താദിനെ ആക്രമിക്കുമ്പോൾ മറുവശത്ത് തലപ്പാവധാരികളും അതോടൊപ്പം ഉസ്താദിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, ഇവിടെ ഉസ്താദ് എന്തു തെറ്റാണ് ചെയ്തത്? നിമിഷപ്രിയയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിന് ഇവിടെ ഒരു നേട്ടവും നേടാനില്ല. ഉസ്താദ് വലിയ നേട്ടങ്ങൾ നേടിയ വ്യക്തിയാണ്. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ ഉസ്താദിനെ അറിയുക പോലുമില്ല. അതും സ്വന്തം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തി കൂടിയല്ല. എന്നിട്ട് മതം നോക്കാതെ ഒന്നും നോക്കാതെ എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിൽ കവിഞ്ഞ് അദ്ദേഹത്തിന് യാതൊരുവിധ ഉദ്ദേശവുമില്ല. അതിലൂടെ അദ്ദേഹത്തിന് ക്രെഡിറ്റ് വാങ്ങിക്കാനോ അതുമല്ലെങ്കിൽ അതിലൂടെ പ്രശസ്തി നേടാനോ ഒന്നും ഒരിക്കലും ഉസ്താദ് വിചാരിച്ചിട്ടില്ല. നോക്കൂ, അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ലോകം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മുഴുവനും അദ്ദേഹം പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ പോലും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയുമാണ് കാണുന്നത്. ആ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾ കാന്തപുരം ഉസ്താദിന് കൊടുക്കുന്ന സ്വീകാര്യത അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ചാണ്ടി ഉമ്മൻ അദ്ദേഹം നിമിഷപ്രിയയുടെ കേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ ഒരു കേസിൽ ഇടപെടുന്നത്. എന്നാൽ ഉസ്താദ് ഇടപെട്ട അന്ന് ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. കാരണം
അതുവരെ കേന്ദ്രത്തിനോ അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കാന്തപുരം ഉസ്താദ് ഒരൊറ്റൊരു ദിവസം ഒരു ഫോൺ കോളിലൂടെ അദ്ദേഹം അവിടെ വലിയ മാറ്റം കൊണ്ടുവരികയാണ്. വർഷങ്ങളായി വലിയ ആത്മബന്ധം വെച്ച് പുലർത്തുന്ന യമനിലെ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമർ തങ്ങളോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉടൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ അവിടെ ഇടപെടുകയും അങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ അവിടെ നീട്ടിവെക്കുകയും ചെയ്യുന്നു. നോക്കൂ, നിമിഷപ്രിയയുടെ വധശിക്ഷ അവിടെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതാണ്. ആ ഒരു സമയത്താണ് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ മൂലം ആ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് അത് നീട്ടിവെക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും നിമിഷപ്രിയ ഉടൻ തന്നെ ജയിൽ മോചിതയാകുമെന്നുള്ള വാദങ്ങളുമായി സുവിശേഷകനായ ഡോക്ടർ കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരികയുണ്ടായി. യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശക്തമായ ശ്രമത്തിനൊടുവിൽ വധശിക്ഷ റദ്ദാക്കിയെന്നാണ് അവകാശവാദം. യമൻ നേതാക്കളുടെ പരിശ്രമപൂർവ്വവും പ്രാർത്ഥനാപൂർവവുമായ ശ്രമങ്ങൾക്ക് നന്ദി പറയുന്നതായി കെ എ പോൾ എക്സിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസമായ നേതാക്കൾ രാവും പകലും 24 മണിക്കൂറും പ്രവർത്തിച്ചുവെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ പരിശ്രമിച്ച എല്ലാ നേതാക്കളോടും നന്ദി പറയുന്നുവെന്നടക്കം അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു വിവരം കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്ന് ഔദ്യോഗികമായി അറിയിച്ച കാന്തപുരം ഉസ്താദ് ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലോ ആരും തന്നെ ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. എന്നാൽ അത്തരത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പച്ച നുണ ആ വ്യക്തി കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തി സമൂഹമാധ്യമങ്ങളിൽ കൂടി പങ്കുവെച്ചു എന്നുള്ളതാണ്. നോക്കി, ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. യമൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അത് പഴയതുപോലെയല്ല. ഔദ്യോഗികമായ ഒരു ഭരണ സംവിധാനമില്ല. അവിടെ ഭരിക്കുന്നത് ഹൂതികളാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് യമൻ രാഷ്ട്രത്തിലെ ഭരണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്ന ആ സന എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ്. അതിനാൽ തന്നെ അവിടെ നയതന്ത്രപരമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ പോലും തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു കോടതി അറിയിച്ചത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹദി എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുമാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടുകൊണ്ട് യമനിലെ വളരെയധികം പ്രശസ്തനായ സൂഫി പണ്ഡിതനായിട്ടുള്ള ഹബീബ് ഉമർ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ ഒരു കാര്യത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. ഇതിനു മുമ്പ് നേരത്തെയും ചില വാർത്തകൾ വന്നിരുന്നു. ആ കുടുംബത്തിലെ ചില ആളുകൾക്ക്, കുറച്ചു പേർക്ക് ദിയാദിനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയെ വെറുതെ വിടാൻ അവർ തയ്യാറാണ്. പക്ഷേ ആ കുടുംബത്തിലെ മറ്റു ചില ആളുകളായ അബ്ദുൽ ഫത്താഹ് മഹദിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ തന്നെ വേണം, ബ്ലഡ് മണി വേണ്ട എന്നൊക്കെയാണ്. ഇനി ആകെ മുന്നിൽ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അബ്ദുൽ ഫത്താഹ് മഹദിയെ എങ്ങനെയെങ്കിലും അത് പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് അത് സമ്മതിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അവിടെ വേറെ ഒരു മാർഗവുമില്ല. അതിന് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നോക്കുക, അതോടൊപ്പം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഉസ്താദ് എന്തിനാണ് നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടുന്നത്? നിമിഷപ്രിയ മാത്രമേ ഉള്ളൂ? ഇവിടെ ഇന്ത്യയിൽ എത്ര ആളുകൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ. ആ ചോദ്യത്തിനുള്ള ഉത്തരം ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, യമനിലുള്ള നിമിഷപ്രിയക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉസ്താദ് അവർ എന്തുകൊണ്ട് അസാമിലൊന്നും ചെയ്യുന്നില്ല, എന്തുകൊണ്ട് യു-പിയിൽ ചെയ്യുന്നില്ല? അവരോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വരൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പഞ്ചാബിലേക്ക് വരൂ, ഹരിയാനയിലേക്ക് വരൂ, അതേപ്രകാരം ഉത്തർപ്രദേശിലേക്ക് വരൂ, അവിടെ നിന്ന് നിങ്ങൾ മധ്യപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും അതേപോലെ അരുണാചൽ പ്രദേശിലേക്കും ബംഗാളിലേക്കും ത്രിപുരയിലേക്കും അസാമിലേക്കും നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലും ഗോവയിലും വരൂ. ഞാൻ പറയുന്നു, ഉസ്താദ് അവരുടെ ജീവിക്കുന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകൾ ആ ഗ്രാമങ്ങളിൽ ഇറക്കി ഓടിക്കപ്പെടേണ്ട മുസ്ലിമീങ്ങൾക്ക് അന്നവും വിദ്യാഭ്യാസവും കൊടുത്ത് ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ ഉമ്മത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കി, ഇത്തരത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട യതീമായ വിദ്യാർത്ഥികൾക്കുള്ള പഠനവും ഭക്ഷണങ്ങളും ഒക്കെ നോക്കുന്നത് ഈ മനുഷ്യനാണ്. ഈ പ്രായത്തിലും ആ കുരുന്നുമക്കൾക്ക് ഒരു താങ്ങായി തണലായി ആ മനുഷ്യൻ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്.